അപ്പോൾ ഞാൻ എന്താണ് ഈ മൈലേജ് കൂടാൻ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ ചെയ്ത് കഴിഞ്ഞ് മൈലേജ് കൂടിയെങ്കിൽ പറഞ്ഞുതരാം. എൻ്റെ 3 ലിറ്റർ ഇട്ട് കൊടുക്കാം. അപ്പോൾ എനിക്ക് കിട്ടുന്ന മൈലേജ് 53. യെസ്, ആവശ്യമുള്ള 50 വേണ്ട, ഒരു 35-40 അല്ല. ഡ്യുവൽ ചാനൽ പോയിട്ട് സിംഗിൾ ചാനൽ ABS പോലും ഇല്ല. അതുകൊണ്ട് ഇതിൻ്റെ ബ്രേക്കൊക്കെ നല്ല രീതിക്ക് ഉള്ളതുകൊണ്ട് പിടിച്ചാൽ വണ്ടി അവിടെ നിൽക്കും. പിന്നെ അവിടെ നിന്ന് തറയെ വീണിട്ട് വണ്ടി മാത്രം നിരങ്ങിയായിരിക്കും പോകുന്നത്. നൗ ഫൈനലി വി ആർ ബാക്ക്, വി ഹാവ് സ്റ്റാർട്ടഡ്. ഞാൻ അന്ന് മൈലേജ് ടെസ്റ്റ് തുടങ്ങിയ സ്ഥലത്തിന് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ആ ഒരു കുലുങ്ങുന്ന പാലം വണ്ടിക്ക് പോകുമ്പോൾ നല്ല രീതിക്കൊരു ഷേക്കിംഗ് എഫക്റ്റാണ് ഇപ്പോൾ വണ്ടിക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും വണ്ടിയിൽ അതിനുശേഷം സ്പാർക്ക് പ്ലഗ് ഒന്ന് ക്ലീൻ ചെയ്ത് കാർബറേറ്റർ ക്ലീൻ ചെയ്ത് ചെറിയൊരു പരിപാടിയോടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് മൈലേജ് വ്യത്യാസമില്ലെങ്കിൽ വീണ്ടും കൊണ്ടുവരാൻ വേണ്ടി ഷോപ്പിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ടെസ്റ്റ് ചെയ്തത് പറയാൻ പറ്റില്ല എന്തായാലും. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഫസ്റ്റ് പോയി പെട്രോൾ അടിച്ചിട്ട് ഞാൻ ഒരുപാടൊന്നും ഓടുന്നില്ല, കാരണം ചുമ്മാ ഫണ്ട് കളഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ജസ്റ്റ് ഒരു 10-13 കിലോമീറ്റർ പോയിട്ട് വീണ്ടും ഫില്ല് ചെയ്യും. അപ്പോൾ ഒരു 50 രൂപയൊക്കെ അടിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ മൈലേജ് തിരിച്ച് വന്നതാണ് അർത്ഥം. അതിനു മുമ്പ് ഞാൻ വണ്ടി അന്ന് ഫുൾ ടാങ്ക് അടിച്ചിട്ട് വെച്ചത് 79 കിലോമീറ്ററിലായിരുന്നു. ഇപ്പോൾ ഇത് 166 ആയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് പെട്രോൾ അടിക്കുമ്പോൾ അതിനുശേഷം ഞാൻ പെട്രോൾ അടിച്ചിട്ടേ ഇല്ല, കാരണം ഫുൾ ടാങ്കിൽ പിന്നെ അടിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാത്തത്. അപ്പോൾ അതൊന്നും അടിച്ചിട്ട് ഇപ്പോൾ ഞാൻ നിർത്തി എടുത്ത് എൻ്റെ വീട്ടിലെ ലോക്കൽ യൂസിൻ്റെ അവിടെയൊക്കെയാണ് ഓടിയത്. അപ്പോൾ അതിന് എത്ര ആവറേജ് മൈലേജ് കിട്ടുമെന്ന് അറിയാൻ പറ്റും. ഈ ഒരു മൈലേജ് കുറഞ്ഞ അവസ്ഥയിൽ അതുമൊന്ന് നോക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10-9 കിലോമീറ്റർ ഓടിയിട്ട് അല്ലാത്തുള്ള മൈലേജ് നോക്കണം. അപ്പോൾ ഞാൻ എന്താണ് ഈ മൈലേജ് കൂടാൻ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ ചെയ്ത് കഴിഞ്ഞ് മൈലേജ് കൂടിയെങ്കിൽ പറഞ്ഞുതരാം, അല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നോക്കാം. എനിക്കിപ്പോൾ ഒരു 41 കിട്ടണമെന്നുള്ള ആഗ്രഹമൊക്കെ മൊത്തം മാറി. എനിക്കൊരു 30-35 കിട്ടിയാലെന്നുള്ള ഇതിലാണ് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്. അത്രയും കിട്ടിയാൽ മതി. അതെനിക്ക് അത്യാവശ്യം പെട്രോളൊക്കെ അടിച്ച് ഓടിക്കാൻ പറ്റും. ഇവിടെ നിന്ന് ഫുൾ ടാങ്ക് അടിച്ചിട്ട് ഇത്രയും നാൾ ഞാൻ എങ്ങനെയാണ് ഓടിയെന്നുള്ളൊരു കാര്യം നോക്കാം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്തായാലും ഒരു ഘട്ടം മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു 10-300 രൂപയ്ക്ക് അടിച്ചാൽ ഫുൾ ടാങ്ക് ആവുമെന്ന്. ഫുൾ ടാങ്ക് ഫുള്ളായടാ. ഓക്കെ, നിർത്തിക്കോ. എടാ ഒരു ഫോട്ടോ എടുത്ത് ഓഫ് ചെയ്യല്ലേ. 3 ലിറ്റർ അടിക്കേണ്ടി വന്നല്ലേ? അപ്പം നമുക്ക് സൈഡിലോട്ട് നിന്ന് ഇപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ആവറേജ് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ വണ്ടി 166 നിൽക്കുന്നത്. അപ്പോൾ കാൽക്കുലേറ്റർ എടുക്കുക. 166 മൈനസ് 79. അപ്പോൾ 87 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. 87 കിലോമീറ്റർ ഓടാൻ ഞാൻ യൂസ് ചെയ്ത പെട്രോൾ എന്ന് വെച്ചാൽ 3.04. 87/3 ഗേസ്. അപ്പോൾ എനിക്കൊരു ആവറേജ് 29 മൈലേജ് ഇട്ടിട്ടുണ്ട്. 26 കുറച്ച് കൂടിയിട്ടുണ്ട് എന്തായാലും മൈലേജ്. കാരണം ഇന്നലെയാണ് ഞാൻ ഇതിൽ പറഞ്ഞ ഒരു ചെറിയൊരു വ്യത്യാസം എൻ്റെ വണ്ടിയിൽ വരുത്തിയത്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു 3 കിലോമീറ്റർ വ്യത്യാസം വന്നേന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് കൂട്ടുമ്പോഴത്തേക്ക് മൈലേജ് എന്തായാലും വ്യത്യാസം കാണും. അപ്പോൾ ജസ്റ്റ് ഈ സ്ക്രീൻ ഒന്ന് ഫോട്ടോ എടുത്ത് വയ്ക്കാം. അപ്പോൾ 166 km ഞാനിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്. ഞാനിനി ക്യാമറ ഓണാക്കി വെച്ച് ഒരുപാട് വെറുപ്പിക്കാൻ കുറച്ചുകൂടി ഓടിയിട്ട് ഓഫ് ചെയ്യാം എന്തായാലും. ഗൈസ് 29 മൈലേജ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മൈലേജിന് കിട്ടിയിട്ടുണ്ട്. ഇന്നലെ ചെയ്തിട്ട് കുറച്ച് ഓടിയായിരുന്നു. അപ്പോൾ ആ ഒരു ദൂരെ ചേർത്തായിരിക്കും മിക്കവാറും എൻ്റെ ആവറേജിനെ അത് അഫക്റ്റ് ചെയ്തത് എന്ന് തോന്നുന്നു. കുറച്ചുകൂടെ രാവിലെ ഇറങ്ങിയെങ്കിൽ കുറച്ചുകൂടെ നല്ല മൈലേജ് എനിക്ക് കിട്ടിയെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ നല്ല എനിക്ക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഈ വീഡിയോ മുമ്പ് തന്നെ ഒരുപാട് ലോങ് ആയിട്ട് വെറുപ്പിച്ചുകൊണ്ട് ഞാൻ ഇത് കുറച്ചൊന്ന് ഓടിയിട്ട് ഓഫ് ചെയ്തിട്ട് പിന്നെ തിരിച്ച് വന്ന് അടിക്കുന്ന ഷോട്ട് മാത്രമായിരിക്കും എടുക്കുന്നത്. അതിനിടയിൽ പ്രത്യേകിച്ച് എക്സ്ട്രാ കിലോമീറ്ററൊന്നും എനിക്ക് കുത്തിത്തിരിയാനൊന്നും പോകുന്നില്ല. മൈലേജ് എക്സ്ട്രാ ഉണ്ടെന്ന് കാണിച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യവും കിട്ടാൻ പോകുന്നില്ല. നഷ്ടങ്ങൾ മാത്രം. വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നവന്മാരായാലും മൈലേജ് ഞാൻ കൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എണ്ണയിലായിരിക്കും അവന്മാർ ഓടുന്നത്. സോ ആ ഒരു റിസ്ക് എടുക്കേണ്ട ആവശ്യം എനിക്ക് വരുന്നില്ല. ഇത് കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുപോയി ക്യാമറയൊക്കെ ഒന്ന് ചാർജ് ചെയ്തിട്ടിട്ട് എനിക്ക് വേറൊരു വണ്ടിയുടെ റിവ്യൂ എടുക്കാൻ പോകാനുണ്ട്. ഒരു RC390 BS3യുടെ. അപ്പോൾ അത് നിങ്ങളെല്ലാം കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എനിക്ക് 26 മൈലേജ് വീഡിയോ എൻ്റെ ചാനൽ തന്നെ ഇതിന് മുമ്പ് ഒരു 2 or 3 വീഡിയോസ് ബാക്ക് കിടപ്പുണ്ട്. അപ്പോൾ അതുകൂടെ നേരെ കണ്ടേക്ക്. എന്നിട്ട് ഇത് കാണുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തുകൊണ്ട് ബെറ്റർ. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചെറിയൊരു കാര്യം ചെയ്തതെന്ന്. അത് വർക്കായാലും മതിയായിരുന്നു, ഞാനല്ല. അത് ഞാൻ പക്ക ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊഫഷണൽസിൻ്റെ കൊടുത്ത് തന്നെ ചെയ്യണം. ചില കാര്യങ്ങളിൽ നമ്മൾ പിടിക്കാനേ പാടില്ല. പിടിച്ചു കഴിഞ്ഞാൽ വലിയ രീതിക്ക് പണി കിട്ടും. ആ ചെയ്ത കാര്യവും എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ലാസ്റ്റ് പറഞ്ഞുതരാം. അത് ഈ ഒരു മൈലേജ് കൂടിയാൽ മാത്രമായിരിക്കും ഞാൻ പറയുന്നത്, അല്ലാതെ പറഞ്ഞിട്ട് ഒരു കാര്യമുള്ള.
പിന്നെ മൈലേജ് കൂടിയാലും ഇല്ലെങ്കിലും ഞാൻ ഈ വീഡിയോ അപ്ഡേറ്റ് മിക്കവാറും ചെയ്യും. കണ്ടൻ്റൊക്കെ നല്ല രീതിക്ക് ശാപമാണ്. പിന്നെ വാച്ച് ഓവറിൻ്റെയൊക്കെ ഒരു ആവശ്യം നല്ല രീതിക്ക് പോകണ്ടേ. ഗൈസ് നല്ല രീതിക്ക് ലോക്കുണ്ട്. ഞാനിപ്പോൾ 66 എടുത്തത്. ഓക്കെ, അതൊരു 15 കിലോമീറ്റർ അടുപ്പിച്ച് ഓടിയിട്ട് നമുക്ക് വീണ്ടും ഒന്ന് ഫുൾ ടാങ്ക് ഫില്ല് ചെയ്ത് നോക്കാം. പിന്നെ ഈ ഫുൾ ടാങ്ക് അടിച്ച് ചെയ്യുന്നത് മറ്റേ നമ്മൾ വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മൾ ഫുൾ ടാങ്ക് അടിക്കുമ്പോൾ ഒരു 10-13 കിലോ കൂടെ ഇതിൽ എക്സ്ട്രാ വെയിറ്റ് വരും. അത് കുഴപ്പമില്ല, നമ്മൾ അങ്ങനെയൊക്കെ തന്നെയാണ് ചെക്ക് ചെയ്യേണ്ടത്. കാരണം നമ്മളെ വണ്ടി ഓടിക്കുമ്പോൾ ബാക്കിൽ പില്ലിയനും കാര്യങ്ങളൊക്കെ കാണും. അവർക്കൊരു 10-50 കിലോ ഒക്കെ കാണും. ആര് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു 10-13 കിലോ എന്നുള്ളത് വളരെ ഒരു ചെറിയ വെയിറ്റാണ്. ഞാൻ ഇപ്പോൾ ഒരു 70 വണ്ടിയൊന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ 80 കയറും. ആ ഒരു റേഞ്ചിലായിരിക്കും പോകുന്നത്. ഞാനത് വീഡിയോ എടുക്കാൻ വേണ്ടി പതുക്കെ പോകുന്നതല്ല, ഞാൻ നോർമൽ ഈ ഒരു സ്പീഡിലാണ് പോകാറുള്ളത്. പിന്നെ ഹൈവേയിലൊക്കെ നല്ല ഓപ്പൺ റോഡൊക്കെ കിട്ടിയാൽ ചിലപ്പോൾ കുറച്ചുകൂടെ സ്പീഡിൽ പോകും. ഇവിടെയൊക്കെ ആയാലും ഓവർടേക്ക് ചെയ്യാൻ മാത്രമേ ഞാൻ കുറച്ചുകൂടെയൊക്കെ സ്പീഡ് എടുക്കാറുള്ളൂ. അല്ലെങ്കിൽ ഒരു 70, 80, 60 അതാണ് എൻ്റെ ഒരു റേഞ്ച്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ മൈലേജ് നോക്കേണ്ട ആവശ്യമേ എനിക്കുള്ളൂ. അങ്ങനെ ഒരുപാടൊന്നും കത്തിച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇതിൽ ഡ്യുവൽ ചാനൽ ABS ഇല്ല. ഡ്യുവൽ ചാനൽ പോയിട്ട് സിംഗിൾ ചാനൽ ABS പോലും ഇല്ല. അതുകൊണ്ട് ഇതിൻ്റെ ബ്രേക്കൊക്കെ നല്ല രീതിക്ക് ഉള്ളതുകൊണ്ട് പിടിച്ചാൽ വണ്ടി അവിടെ നിൽക്കും. പിന്നെ അവിടെ നിന്ന് തറയെ വീണിട്ട് വണ്ടി മാത്രം നിരങ്ങിയായിരിക്കും പോകുന്നത്. അതുകൊണ്ട് കുറച്ചൊക്കെ സൂക്ഷിച്ചൊക്കെ പോയി കഴിഞ്ഞാൽ കൊള്ളാം. ഡ്യുവൽ ചാനൽ ABS ഒക്കെ ഉള്ള വണ്ടിയൊക്കെ എടുക്കണമെന്നുണ്ട്. കുറച്ച് നാൾ കഴിയട്ടെ എല്ലാം സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് വീഡിയോ ഒന്ന് ഓഫ് ചെയ്യുകയാണ്. പിന്നെ ഞാൻ അതുവരെ പോയിട്ട് വന്നിട്ട് എടുക്കാം. മൈലേജ് ടെസ്റ്റിന് വളരെ പ്രതികൂല സാഹചര്യങ്ങളാണ് ഉള്ളത്. മഴ, നല്ല രീതിക്ക് മഴയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ മഴയിൽ നിന്ന് നമ്മൾ അതിസാഹസികമായി രക്ഷപ്പെട്ടായിരുന്നു. പക്ഷേ ഇന്ന് ആ ഒരു ഗ്യാപ്പ് കിട്ടിയില്ല. പിന്നെ 2 സൈഡിൽ നിന്നും മഴ അങ്ങ് വളഞ്ഞു. പിന്നെ ഇവിടെ കയറി നിൽക്കുകയാണ്. ഹെൽമെറ്റൊക്കെ അത്യാവശ്യം നനഞ്ഞിട്ടൊക്കെ ഉണ്ട്. ക്യാമറയൊക്കെ അടിച്ചു പോയിരുന്നാൽ വീണ്ടും വീഡിയോസ് നിങ്ങൾക്ക് എന്തായാലും കാണാം. കേസ് അപ്പോൾ മഴയൊക്കെ തോന്നിയിട്ടുണ്ട്. വണ്ടി എടുത്തുകൊണ്ട് വീണ്ടും മൈലേജ് ടെസ്റ്റിങ്ങിലോട്ട് നമുക്ക് ഇറങ്ങാം. കേസ് അപ്പോൾ വണ്ടി ഇപ്പോൾ 82 നമ്മൾ തുടങ്ങിയ എത്ര 66 ഇപ്പോൾ 12, 4, 16 കിലോമീറ്റർ ആയതുകൊണ്ട് ഇനി ഒരു കിലോമീറ്റർ അടുപ്പിച്ചേ പമ്പുള്ളൂ. നമുക്ക് അവിടെ പോയി ഫുൾ ടാങ്ക് അടിച്ചിട്ട് നോക്കാം കറക്റ്റ് എത്ര വണ്ടി ഓടിയെന്ന്. ഇപ്പോൾ ഒരു 50-60 രൂപയ്ക്കാണ് പെട്രോൾ അടിക്കുന്നതെങ്കിൽ അത്യാവശ്യം മൈലേജ് കാണണം. 50 രൂപയ്ക്ക്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് 2 മഴ, 2 സിഗ്നൽ, ഒരു ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്. ഇനി ഒരു 30 കിട്ടിയാലും കുഴപ്പമില്ല. കാരണം ആ ഒരു രീതിയിൽ കുറേ നേരം ഫസ്റ്റ്, സെക്കൻഡ്, തേർഡിലേക്കാണ് വണ്ടി ഓടിയത്. പക്ഷെ അന്ന് ഞാൻ ഓടിച്ചത് കറക്റ്റ് 60 പിടിച്ച് ഫുള്ള് സ്ട്രൈറ്റ് പോയി. ഫുള്ള് എനിക്ക് തിരിച്ച് വന്നിട്ട് എനിക്ക് 26 കിട്ടിയത്. മൈലേജ് വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. എന്ത് പയ്യാൻ നോക്കാം. ചേട്ടാ ഫുൾ ടാങ്ക് ഇതിൽ നിറച്ചുകൊണ്ട് കുറച്ചടിച്ചാൽ മതി. ഉണ്ട്. മൈലേജ് എത്ര ഉണ്ടെന്ന് നോക്കാൻ. മതി കേട്ടോ, മതി. ഓ മതി. എത്ര ഏട്ടാ? ഇല്ല, അന്ന് ഫോട്ടോ എടുത്തോട്ടെ. അല്ല അത് വേറൊരു ആവശ്യത്തിന് അയച്ചിട്ടുണ്ടേ. അപ്പോൾ നമുക്കിനി മൈലേജ് ഒന്ന് കൂട്ടി നോക്കാം. 182 മൈനസ് 166 ടു 16 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 16 അപ്പോൾ 0.23 69 മൈലേജോ? എവിടെ തെറ്റിയിട്ടുണ്ടല്ലോ. വീട്ടിൽ പോയിട്ട് സമാധാനമായിട്ടിരുന്ന് കൂട്ടി നോക്കാം. ഓക്കെ, ഇന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടായതുകൊണ്ടും ചെറിയൊരു എക്സൈറ്റഡ് ആയതുകൊണ്ടും ഞാൻ പിന്നെ കൂട്ടിയില്ല. അപ്പോൾ എനിക്ക് 16 കിലോമീറ്റർ ഓടാൻ വേണ്ടി എനിക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. നോക്കട്ടെ, അതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അതാണ് ഞാൻ അവിടെ വെച്ച് കൂട്ടുന്നത്. 0.23 ലിറ്റേഴ്സാണ്. അങ്ങനെ വെച്ചാൽ 0.23 ലിറ്റേഴ്സ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ വണ്ടിക്ക് 69 മൈലേജ്. അപ്പോൾ അതിൽ എന്തോ ഒരു ചെറിയ കുഴപ്പമുണ്ട്. കാരണം അത്രയും ഒരിക്കലും വരില്ല. എനിക്ക് തോന്നുന്നു കുറച്ച് നേരം മഴയത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ കാണാൻ മഴ. ഇപ്പോൾ ടാങ്കിൻ്റെ അകത്ത് വെള്ളം ഇറങ്ങേണ്ട ചാൻസ്, വെള്ളത്തിൽ ഇറങ്ങിയാലും അറിയാലോ വാട്ടർ ഡെൻസിറ്റി കുറച്ച് കൂടുതലാണ്. അപ്പോൾ പെട്രോളിൻ്റെ ഏറ്റവും താഴെ അതിന് 50 ml ആയിട്ട് 100 ml ആയിക്കോട്ടെ
വെള്ളം എടുക്കാൻ നേരെ ടാങ്കിൻ്റെ ഏറ്റവും അടിയിലോട്ട് പോകും. അപ്പോൾ മിസ്സിങ് എന്തായാലും അടിച്ചു വിടണം. കാരണം ഞാൻ പെട്രോൾ അടിച്ചതിന് ശേഷം പിന്നെയും ഒരു 10-5 കിലോമീറ്റർ ഓടിയിട്ടാണ് വീട്ടിൽ വന്നത്, ഫ്രണ്ട്സിൻ്റെയൊക്കെ വീട്ടിലൊക്കെ പോയിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു പലവരും അടിക്കുന്നതിൻ്റെ വ്യത്യാസമാണ്. ഫുൾ ടാങ്കിൽ കുറച്ചുകൂടെയൊക്കെ അടിക്കാം, ചിലവർ കുറച്ചായിരിക്കും അടിക്കുന്നത്. അതെന്തായാലും ഒരു 100 ml വ്യത്യാസം വരും. ഇപ്പോൾ ഞാൻ 0.23 മാറ്റിയിട്ട് അതൊരു 0.3 ലിറ്റർ ഇട്ട് കൊടുക്കാം. അപ്പോൾ എനിക്ക് കിട്ടുന്ന മൈലേജ് 53. യെസ്, അപ്പോൾ BS3 വണ്ടികൾക്ക് ചിലവർക്ക് 53 കിട്ടുന്ന കാര്യമുണ്ട്. അതത്ര അക്സെപ്റ്റബിൾ അല്ലെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കെന്തായാലും അതൊരു 0.4 ആക്കി നോക്കാം. 0.4 അങ്ങനെ വെച്ചൊക്കെ 40 ഉണ്ട് മൈലേജ്. അപ്പോൾ എന്തായാലും എനിക്കൊരു 45-നും 50-നും ഇടയ്ക്ക് മൈലേജ് ഇപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മൈലേജ് വ്യത്യാസം വരാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്തതെന്ന് പറഞ്ഞാൽ ചെറിയൊരു വ്യത്യാസം മാത്രമാണ് വരുത്തിയത്. ഞാൻ സ്പാർക്ക് പ്ലഗ് ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല. ഞാൻ വിചാരിച്ചു കാർബറേറ്റർ ക്ലീൻ ചെയ്യേണ്ടി വന്നില്ല. ഒരു പക്ഷേ ഇത് ഞാൻ ഷോറൂമിലാണ് കൊടുത്ത് റെക്ടിഫൈ ചെയ്യാൻ കൊടുത്തിരുന്നെങ്കിൽ അവരെന്നെ കൊണ്ടതെല്ലാം ചെയ്യിപ്പിച്ചേനെ. ഞാൻ അവിടെ വെഞ്ഞാറോട് G90 കൊണ്ടു കൊടുത്തത്. അവിടുത്തെ ആ ചേട്ടൻ നോക്കിയിട്ട് പറഞ്ഞു കാർബറേറ്ററാണ് ആദ്യം ഒന്ന് ട്യൂൺ ചെയ്ത് തരാം, അത് വെച്ചിട്ട് ഓടിയിട്ട് മൈലേജ് കുറവുണ്ടെങ്കിൽ വീണ്ടും കൊണ്ടുപോകാം, ബാക്കി അയച്ച് പണിയാൻ, ചുമ്മാ പൈസ കളയണമെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ അത് വെച്ചിട്ടാണ് കാർബറേറ്റർ ട്യൂൺ ചെയ്തതിന് ശേഷം ഞാൻ വണ്ടിയൊന്ന് ഓടിയിട്ട് ടെസ്റ്റ് ചെയ്യാൻ പോയത്. പിന്നെ ഒരുപാട് ഓടി വീണ്ടും അത്രയും എണ്ണടിച്ച് നിറച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഫണ്ട് ഒരു ഷോർട്ടായിരിക്കും. അതാണ് ഒരു 14 കിലോമീറ്റർ ഓടി ഞാൻ ഒതുക്കിയത്. ജസ്റ്റ് ഒരു ഈ വീഡിയോ റെഫറൻസിന് വേണ്ടി മാത്രം എടുത്താൽ മതി. അപ്പോൾ കാർബറേറ്റർ ട്യൂൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മൈലേജ് നല്ല വ്യത്യാസമുണ്ട്. എൻ്റെ കാർബറേറ്ററിൻ്റെ ട്യൂണിങ്ങിൽ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു ആ ചേട്ടൻ പറഞ്ഞായിരുന്നു. അപ്പം അറിയാവുന്നവരെല്ലാം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ചിലവ് ചുരുക്കി അവർ പണി തരും. പിന്നെ വേറൊരു പ്രശ്നം കൂടെ ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ഈ നീഡിൽ ചെറിയ രീതിക്ക് 0 ഡിഫ്ലക്റ്റ് ആയിരുന്നതെന്ന് വെച്ചൊരു 100, 200, 300 RPM. അപ്പോൾ ആ സമയത്ത് ഞാൻ എന്നിട്ട് 1500 RPM പിടിച്ച് വെക്കുന്ന സമയത്ത് ഞാൻ സത്യത്തിൽ വെക്കുന്ന ഐഡിയൽ RPM 1800 ആയിരിക്കും. അപ്പോൾ ഐഡിയൽ RPMലും കുറച്ച് കൂടിയായിരുന്നു കിടന്നത്. അപ്പോൾ അത് മാറ്റി ഇതിലൂടെ ചെയ്തപ്പോൾ വണ്ടിക്ക് മൈലേജ് കിട്ടിയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. 50 മൈലേജ് ഫോർ എ BS3. 50 വർഷം പഴയ 8 വർഷം പഴയ ബൈക്ക്. എനിക്ക് അതിൻ്റെയൊക്കെ ആവശ്യമില്ല. 50 വേണ്ട, ഒരു 35-40. അന്ന് ഞാൻ ഒരു 45-50 മൈലേജ് ടെസ്റ്റ് ചെയ്ത് അടിക്കാൻ പോയിട്ട് എനിക്ക് കിട്ടിയ മൈലേജ് 26. ഇന്ന് ഞാനൊരു 30 കിട്ടിയാൽ മതി എന്ന രീതിയിൽ പോയപ്പോൾ എനിക്ക് കിട്ടിയ മൈലേജ് 45-50 ഇടയ്ക്കാണ്. എന്തായാലേ, അപ്പോൾ എന്തായാലും ഇപ്പോൾ കുറച്ച് സന്തോഷമായി. അപ്പോൾ ഇനി കാർബറേറ്ററിലൊക്കെ അത്യാവശ്യം കളിക്കാതിരിക്കുക. ചെറിയൊരു സ്ക്രൂ ഉണ്ട്. ഐഡിയൽ RPMലും കാർബറേറ്റർ ട്യൂണിങ്ങിലൊന്നും മാക്സിമം കളിക്കാതിരിക്കുക. അത് നിങ്ങൾ കളിക്കേണ്ടതല്ല. കുറച്ച് എക്സ്പീരിയൻസ് കൊണ്ട് പണിയൊക്കെ അറിയാവുന്നവർ അതിലൊക്കെ ചെയ്തോളും. അതിലൊന്നും തൊടാനേ പോകരുത്. ചെറിയൊരു സ്ക്രൂ തിരുക്കി വെച്ച് നിങ്ങൾക്ക് വരാൻ പോകുന്ന നഷ്ടം വളരെ വലുതായിരിക്കും. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിൽ കൂടി എന്നെ കമൻസിലൂടെയൊക്കെ എന്നെ കോൺടാക്ട് ചെയ്തതാണ്. എൻ്റെ ഇൻസ്റ്റയുടെ ലിങ്ക് കാണാനൊക്കെ എൻ്റെ അക്കൗണ്ട് ബയോളജിനടുത്തുണ്ട്. പറ്റുമെങ്കിൽ അതൊന്ന് ഫോളോ ചെയ്തേക്ക്. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. പുതിയ വീഡിയോ കാണുന്നവരെ ബൈ ബൈ.